ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയും രാജ്ഭവനിനുള്ളിലെ സുരക്ഷാ ചുമതലയും CRPF-ന്. യാത്രയിൽ മുന്നിലും പിന്നിലും CRPF വാഹനങ്ങൾ ഉണ്ടാകും. പ്രവേശന കവാടത്തിൽ പോലീസ് തന്നെ സുരക്ഷയൊരുക്കും. പോലീസായിരിക്കും ഗവർണർ റൂട്ട് തീരുമാനിക്കുക. സുരക്ഷാ അവലോകനം ചെയ്യാനുള്ള യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, രണ്ട് കൂട്ടരും സംയുക്തമായി ഗവർണർക്ക് സുരക്ഷയൊരുക്കുക എന്നതിലേക്കാണോ ഇന്നത്തെ യോഗം എത്തിച്ചേർന്നത്? തീരുമാനമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഗവർണർക്ക് ഇത്തരത്തിൽ കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെയാണ് ഈ രാജ്ഭവനിൽ ഏതൊക്കെ തരത്തിലായിരിക്കണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതെന്നത് സംബന്ധിച്ച് ഒരു അവലോകന യോഗം ഇന്ന് ചേർന്നത്. ആ യോഗത്തിലാണ് സംസ്ഥാന പോലീസും അതുപോലെ തന്നെ CRPF-ഉം സംയുക്തമായി ഗവർണറുടെ സുരക്ഷ ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയായത്. ഏറ്റവും പ്രധാനമായും ഗവർണർക്ക് എസ്കോർട്ട് പോകുന്ന മുന്നിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിലെയും പിന്നിലെയും വാഹനങ്ങൾ അതിൽ CRPF ഉദ്യോഗസ്ഥരായിരിക്കും. ഒപ്പം രാജ്ഭവനിനുള്ളിലെ സുരക്ഷയും CRPF-നായിരിക്കും. മറ്റൊന്ന് ഈ രാജ്ഭവനിലെ കവാടവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗവർണറുടെ മറ്റ് സുരക്ഷയടക്കം കേരള പോലീസുമാവും നോക്കുക. സംയുക്തമായി പോലീസും CRPF-ഉം ഗവർണറുടെ സുരക്ഷ കൈകാര്യം ചെയ്യും.